നമസ്കാരം. പ്രധാന വാർത്തകൾ. കുതിരവട്ടം മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് തടവ് ചാടിയ ഏലംകുളം ദൃശ്യക്കൊലക്കേസ് പ്രതി ബിനീഷിനായി അന്വേഷണം ഊർജിതം. പ്രതിയെ മാനസിക രോഗിയായി ചിത്രീകരിക്കാൻ ശ്രമം നടക്കുന്നതായും പ്രതി രക്ഷപ്പെട്ടതിൽ അധികൃതർക്ക് വീഴ്ചയുണ്ടായതായും തനിക്കും മകൾക്കും ജീവന് ഭീഷണിയെന്നും ദൃശ്യയുടെ അമ്മ ദീപ. മാതാപിതാക്കളോട് പിണങ്ങി വീട് വിട്ടിറങ്ങിയ പെരിന്തൽമണ്ണ സ്വദേശിയായ പെൺകുട്ടിയെ കോഴിക്കോട് ബീച്ചിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്ത സംഭവം. പുതുപ്പാടി സ്വദേശികളായ 2 പേർ അറസ്റ്റിൽ. കേസിൽ ഉൾപ്പെട്ട മറ്റ് പ്രതികളെ പിടികൂടാനായി അന്വേഷണം തുടരും. താഴേക്കോട് പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിക്കാനായതിന്റെ ആവേശത്തിൽ UDF നേതൃത്വം. പഞ്ചായത്തിന്റെ സമഗ്ര പുരോഗതിയാണ് ലക്ഷ്യമെന്ന് നേതാക്കൾ. കഴിഞ്ഞ ഭരണസമിതി താൽക്കാലിക ജോലിയിൽ നിന്നും പിരിച്ചുവിട്ട ദിവ്യ മുത്തേടത്തിനെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാക്കി UDFന്റെ പ്രതികാരം. സ്കൂൾ പരിസരത്ത് അപകടക്കെണിയൊരുക്കി സ്ലാബില്ലാത്ത അടുക്കുചാൽ. മണ്ണാർക്കാട് നെല്ലിപ്പുഴ DHSന് മുന്നിലാണ് അടുക്കുചാൽ തുറന്നു കിടക്കുന്നത്. അടുക്കുചാലിൽ വീണ് വിദ്യാർത്ഥിക്ക് പരിക്ക്. ഒറ്റപ്പാലം പാലപ്പുറത്ത് മലമ്പുഴ ജലസേചന പദ്ധതിയുടെ കനാലിൽ മാലിന്യം അടിഞ്ഞുകൂടുന്നു. ദുർഗന്ധം മൂലം സഹികെട്ട് നാട്ടുകാർ. ചത്തമൃഗങ്ങൾ വരെ കനാലിൽ. 1000 രൂപയ്ക്ക് മുകളിലുള്ള വൈദ്യുതി ബിൽ ഓൺലൈനായി അടയ്ക്കാമെന്ന നിർദ്ദേശം സാധാരണക്കാരെ ദുരിതത്തിലാക്കുന്നു. പലർക്കും അക്ഷയ കേന്ദ്രങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥ. ഇത്തരം ഉത്തരവുകൾ പിൻവലിക്കണമെന്ന് ഉപഭോക്താക്കൾ. വിശദമായ വാർത്തകളിലേക്ക്. പെരിന്തൽമണ്ണ ഏലംകുളത്തെ ദൃശ്യക്കൊലക്കേസ് പ്രതി ബിനീഷ് രക്ഷപ്പെട്ടു. കുതിരവട്ടം മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നാണ് ബിനീഷ് തടവ് ചാടിയത്. പ്രതിയെ കണ്ടെത്താൻ പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി. പ്രതിയെ മാനസിക രോഗിയായി ചിത്രീകരിക്കാനുള്ള ശ്രമം നടക്കുന്നതായും പ്രതി രക്ഷപ്പെട്ടതിൽ അധികൃതരുടെ ഭാഗത്തുനിന്നും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും തന്റെയും മകളുടെയും ജീവന് ഭീഷണി നിലനിൽക്കുന്നതായും ദൃശ്യയുടെ അമ്മ ദീപ പറഞ്ഞു. ദൃശ്യയുടെ പിതാവിനെ കൊലപ്പെടുത്തുമെന്ന് പറഞ്ഞ് വിനീഷ് മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും തടവു ചാടിയെന്നാണ് പോലീസ് പറയുന്നത്. ദൃശ്യയുടെ പിതാവ് ബാലചന്ദ്രൻ 2 മാസം മുമ്പ് മരണപ്പെട്ടിരുന്നു. മഞ്ചേരി സ്വദേശിയാണ് വിനീഷിനെ കണ്ടെത്തുന്നതിന് പോലീസ് അന്വേഷണം ഊർജിതമായി തുടരുകയാണ്. 2021 ജൂൺ 16 രാത്രി 9:30 മണിയോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. പെരിന്തൽമണ്ണ നഗരത്തിൽ ബാലചന്ദ്രൻ്റെ CK ടോയ്സ് പ്രവർത്തിക്കുന്ന കിഴക്കേതിൽ കോംപ്ലക്സിൽ വിനീഷ് തീയിട്ടതിനെ തുടർന്ന് വലിയ നാശനഷ്ടം സംഭവിച്ചു. വരാനിരിക്കുന്ന വലിയൊരു ദുരന്തത്തിന് മുമ്പുണ്ടായൊരു സംഭവമായിരുന്നു അത്. വീട്ടിൽ തിരിച്ചു വന്ന ശേഷം പുലർച്ചെ വീണ്ടും ബാലചന്ദ്രൻ കത്തിനശിച്ച കടയിലേക്ക് പോയി. ഈ സമയം വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന മകൾ ദൃശ്യയ്ക്ക് കുത്തേറ്റിരുന്നു. വൈകാതെ മകൾ മരണത്തിന് കീഴടങ്ങി. 21-കാരനായ വിനീഷായിരുന്നു ഈ ക്രൂരകൃത്യത്തിന് പിന്നിൽ. ദൃശ്യയും വിനീഷും +2 സഹപാഠികളായിരുന്നു. വിനീഷിന് ദൃശ്യയോട് ഇഷ്ടം തോന്നിയിരുന്നു. ദൃശ്യയുടെ വീട്ടുകാർ വിനീഷിൻ്റെ നീക്കത്തെ എതിർത്തിരുന്നു. എന്നാൽ വിനീഷ ശല്യം തുടർന്നു. ഒടുവിൽ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ഇനി ശല്യപ്പെടുത്തില്ലെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രണയനൈരാശ്യം വിനീഷ് പകയായി കൊണ്ടു നടന്നു. കൃത്യമായ ആസൂത്രണത്തോടെയാണ് വിനീഷ് കൊല നടത്തിയത്. ദൃശ്യയുടെ അച്ഛനെ വീട്ടിൽ നിന്ന് മാറ്റി നിർത്താനായി വിനീഷ് ബാലചന്ദ്രൻ്റെ പെരിന്തൽമണ്ണയിലെ കടയ്ക്ക് തീയിട്ടു. തുടർന്ന് 12 കിലോമീറ്ററോളം നടന്ന പുലർച്ചെ ദൃശ്യയുടെ ഏലംകുളത്തെ കൂഴന്തറയിലെ വീട്ടിലെത്തി ബാലചന്ദ്രൻ വീട്ടിലില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അടുക്കള വഴി വീടിനുള്ളിൽ പ്രവേശിച്ചു. മുകളിലെ നിലയിൽ ഒളിച്ചു നിന്ന ശേഷം വിനീഷ് താഴത്തെ മുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ദൃശ്യയെ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് പലതവണ കുത്തുകയായിരുന്നു. തടയാൻ ശ്രമിച്ച സഹോദരിയെയും വിനീഷ് ആക്രമിച്ചു. ശബ്ദം കേട്ട് ഓടിയെത്തിയ അമ്മ കണ്ടത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മക്കളെയാണ്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ദൃശ്യയുടെ ജീവൻ രക്ഷിക്കാനായില്ല. കൃത്യത്തിനു ശേഷം പ്രതി ഒരു ഓട്ടോറിക്ഷയിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചു. താനൊരു അപകടത്തിൽപ്പെട്ടതാണെന്നും രക്ഷപ്പെടാൻ സഹായിക്കണമെന്നും ഓട്ടോ ഡ്രൈവറോട് കള്ളം പറഞ്ഞു. എന്നാൽ വിനീഷിൻ്റെ പെരുമാറ്റത്തിലും ശരീരത്തിലെ രക്തക്കറയിലും സംശയം തോന്നിയ ഡ്രൈവർ തന്ത്രപൂർവ്വം ഓട്ടോ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിലെത്തിക്കുകയായിരുന്നു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച വിനീഷിനെ പോലീസും നാട്ടുകാരും ചേർന്ന് പിടികൂടി. അറസ്റ്റിലായ വിനീഷ് ജയിലിൽ വെച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇയാളെ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു. പ്രതി പല പ്രാവശ്യം തടവു ചാടാനും ശ്രമിച്ചു. ജീവനൊടുക്കാനും ശ്രമിച്ചിരുന്നു. ഒരു തവണ തടവു ചാടിയപ്പോൾ പിടികൂടിയതാണ്. പ്രതി വീണ്ടും തടവു ചാടിയതിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. പ്രതിയെ മാനസിക രോഗിയായി ചിത്രീകരിക്കാൻ ശ്രമം നടക്കുകയാണെന്നും തൻ്റെയും മകളുടെയും ജീവന് ഭീഷണി നിലനിൽക്കുന്നതായും ദൃശ്യയുടെ മാതാവ് ദീപ പറഞ്ഞു. പ്രതിക്ക് ശിക്ഷ വിചാരണ നടക്കുന്നില്ല. പ്രതി മാനസിക രോഗിയാണെന്ന് വരുത്തി തീർക്കാനുള്ള പ്രകടനങ്ങളാണ് കേസ് വിചാരണ സമയത്തൊക്കെ കാണിക്കുന്നത്. പിന്നെ അവിടുന്ന് അങ്ങനെ രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിട്ടാണ് അത് കാണുന്നത്. അപ്പോൾ ജയിലിലാക്കുമ്പോൾ അവിടുന്ന് മാനസിക വിഭ്രാന്തി പോലെ കാണിക്കുക, പിന്നെ അത് കുതിരവട്ടത്തേക്ക് എത്തും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ജയിലിൽ ചാടുക. അപ്പോൾ അയാൾക്ക് യാതൊരു മാനസിക പ്രശ്നമില്ല. അപ്പോൾ ചാടി ഇപ്പോൾ അയാൾ നല്ല ജയിലിൽ ചാടിയെന്ന് 12 മണിയാകുമ്പോൾ പോലീസ് പറഞ്ഞു വന്നിട്ട് വീട്ടിൽ വന്നിട്ട് അവർ അന്വേഷിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അയാൾ ഇതുവരെ പിടുത്തം കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പേടിയുണ്ട്. എനിക്കൊരു കുട്ടിയും കൂടി ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ നല്ല പേടിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. എല്ലാ ഇതുണ്ട്. കാരണം
ഇതുപോലെ ഒരു ക്രിമിനൽ പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാൻ പറ്റുന്നുണ്ടാവും. ഇയാളാണെങ്കിൽ ഭയങ്കര ഇതുള്ളൊരാളും എന്തും ചെയ്യാൻ റെഡിയാവുന്ന ഒരാൾ. അപ്പോൾ അങ്ങനത്തെ ഒരാളിങ്ങനെ പുറത്ത് നിൽക്കുമ്പോൾ എന്ത് ധൈര്യത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുക. പക്ഷെ എനിക്ക് ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകണം, ഇത് അടച്ചിടാനൊന്നും പറ്റില്ല. അപ്പോൾ നല്ല പേടി തന്നെയാണ് നിൽക്കുന്നത്. എത്രയും വേഗം അത് അവർ പിടിക്കും ഉള്ളൊരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. പ്രതിയെ കണ്ടെത്തുന്നതിന് പോലീസ് വ്യാപകമായ തിരച്ചിൽ തുടരുകയാണ്. വീട് വിട്ടിറങ്ങിയ 16-കാരിയെ കോഴിക്കോട് ബീച്ചിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി ഫ്ളാറ്റിൽ പാർപ്പിച്ച് കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ സംഭവത്തിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പുതുപ്പാടി സ്വദേശികളായ മുഹമ്മദ് സാലിഹ്, ഷബീർ അലി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടിയെ കാണാതായതിനെ തുടർന്ന് ബന്ധുക്കൾ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. അന്വേഷണം നടക്കുന്നതിനിടെയാണ് സംഭവം. പെരിന്തൽമണ്ണ സ്വദേശിയായ പെൺകുട്ടിയാണ് പീഡനത്തിനിരയായത്. കുട്ടിയെ പെരിന്തൽമണ്ണ പോലീസ് രക്ഷിതാക്കളെ ഏൽപ്പിച്ചു. മാതാപിതാക്കളോട് പിണങ്ങി വീട് വിട്ടിറങ്ങിയ പെൺകുട്ടി മയക്കുമരുന്ന് സംഘത്തിന്റെ കെണിയിലാണ് അകപ്പെട്ടത്. പെരിന്തൽമണ്ണ സ്വദേശിയായ പെൺകുട്ടി രക്ഷിതാക്കളോട് പിണങ്ങി ഈ മാസം 20-ന് വീട് വിട്ടിറങ്ങിയതാണ്. 21-ന് അർദ്ധരാത്രി കോഴിക്കോട് ബീച്ചിലെത്തിയ പെൺകുട്ടിയെ പുലർച്ചെ 2 മണിയോടെയാണ് സംഘം സമീപിക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ പെൺകുട്ടി 2 പേരോട് പണം ചോദിച്ചു. തുടർന്ന് ഭക്ഷണവും താമസിക്കാൻ സ്ഥലവും നൽകാമെന്ന് പറഞ്ഞ് ഇവർ പെൺകുട്ടിയെ കാറിൽ കയറ്റി മാങ്കാവിലെ ഫ്ളാറ്റിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഫ്ളാറ്റിൽ വെച്ച് ഭക്ഷണത്തിന് പകരം മയക്കുമരുന്ന് നൽകിയാണ് പെൺകുട്ടിയെ ബീച്ചിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നവരും ഇവിടെ ഉണ്ടായിരുന്നവരും ചേർന്ന് പീഡിപ്പിക്കുകയായിരുന്നു. അടുത്ത ദിവസം ഉച്ചയോടെ പ്രതികൾ പെൺകുട്ടിയെ തിരികെ ബീച്ചിൽ തന്നെ കൊണ്ടുവന്നു വിട്ടു. 4000 രൂപയും ഇവർ കുട്ടിക്ക് നൽകിയിരുന്നു. രാത്രിയിൽ ബീച്ചിലെത്തിയ പിങ്ക് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പീഡന വിവരം പുറത്തറിയുന്നത്. പെൺകുട്ടിയെ കാണാതായതിനെ തുടർന്ന് ബന്ധുക്കൾ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി അന്വേഷണം നടക്കുന്നതിനിടെയാണ് സംഭവം. നിലവിൽ പെൺകുട്ടി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആരോഗ്യനില തൃപ്തികരമാണെന്ന് ബന്ധുക്കൾ അറിയിച്ചു. പെൺകുട്ടിയെ ബീച്ചിൽ നിന്ന് ഫ്ളാറ്റിലെത്തിച്ചവരെ പിടികൂടുന്നതിനായി പോലീസ് അന്വേഷണം നടത്തിവരികയാണ്. താഴേക്കോട് ഗ്രാമപഞ്ചായത്തിൽ ദീർഘവീക്ഷണത്തോടെയുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് UDF നേതൃത്വം. പൊതുഗതാഗതം, ആരോഗ്യം, കുടിവെള്ളം, വിദ്യാഭ്യാസം, ഭിന്നശേഷി വിഭാഗങ്ങളുടെ ഉന്നമനം തുടങ്ങിയ മേഖലകളിലെ സമഗ്ര പുരോഗതിയാണ് ആദ്യ പരിഗണനയെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പഞ്ചായത്തിലെ ഉപാധ്യക്ഷ പദവിക്ക് പിന്നിൽ ഒരു മധുര പ്രതികാരമുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു. കഴിഞ്ഞ തവണ നഷ്ടമായ ഭരണം തിരിച്ചുപിടിച്ച ആവേശത്തിലാണ് UDF നേതൃത്വം. 24 വാർഡിൽ 16 വാർഡാണ് ഇത്തവണ UDF കൈയടക്കിയത്. ജനങ്ങൾ നൽകിയ ഈ വിജയത്തിൽ ദീർഘവീക്ഷണത്തോടെയുള്ള വികസന പ്രവർത്തനങ്ങളാണ് UDF മുന്നോട്ട് വയ്ക്കുന്നത്. പൊതുഗതാഗതം, വീട്, ആരോഗ്യം, കുടിവെള്ളം, വിദ്യാഭ്യാസം, ഭിന്നശേഷി വിഭാഗങ്ങളുടെ ഉന്നമനം എന്നിവയ്ക്കും കൗമാരക്കാർ, യുവജനങ്ങൾ, സ്ത്രീകൾ, വയോജനങ്ങൾ എന്നിവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതികൾക്ക് രൂപം നൽകും. വികസന തുടർച്ച നടപ്പാക്കുന്നതിനു പകരം എല്ലാം ഒന്നിൽ നിന്നും തുടങ്ങേണ്ട സ്ഥിതിയാണ് താഴേക്കോട് ഗ്രാമപഞ്ചായത്തിലെന്ന് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് VP റഷീദ് പറഞ്ഞു. അരക്കുറമ്പ് വില്ലേജിലാണ് വാർഡ് വിഭജനം വളരെ വികൃതമായ രൂപത്തിൽ ഇവർ ചെയ്തത്. അവിടെയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ റിസൾട്ട് ഉണ്ടായത്. ജനങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്നു. 10-16 സീറ്റുകൾ ഞങ്ങൾക്ക് തന്നു. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ജനങ്ങൾ ഞങ്ങളെ ഈ അധികാരത്തിലേറ്റിയിട്ടുള്ളത്. അതിന് പ്രത്യുപകാരം എന്നുള്ള നിലക്ക് സത്യപ്രതിജ്ഞ ചെയ്ത നാൾ തൊട്ട് തന്നെ തീവ്ര പരിശ്രമത്തിലാണ് ഞങ്ങൾ. ആദ്യമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് ജലജീവൻ മിഷൻ പൊളിച്ചിട്ടുള്ള ഈ റോഡുകൾ നന്നാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. കാരണം നമ്മുടെ റോഡുകളൊക്കെ സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. ആദ്യം റോഡ് പുനർനിർമ്മിക്കേണ്ട അവസ്ഥയിലാണുള്ളത്. റോഡുകളൊക്കെ ആദ്യം പുതുതായി ഉണ്ടാക്കേണ്ട രൂപത്തിലാണ് നിലവിലുള്ളത്. അത് നന്നാക്കുക എന്നുള്ള വളരെ ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഞങ്ങൾക്ക് മുമ്പിലുള്ളത്. ഇതിനൊക്കെ തടസ്സമായി നിൽക്കുക എന്ന് പറയുന്നത് പഞ്ചായത്തിലെ കഴിഞ്ഞ 5 വർഷത്തെ ഭരണം എന്ന് പറയുന്നത് വളരെ മോശമായ നിലക്ക് പോയപ്പോൾ ധാരാളം ഫണ്ടുകൾ നമുക്ക് ലാപ്സായി പോയിട്ടുണ്ട്. കടങ്ങൾ ധാരാളമായി ലൈഫ് ഭവന പദ്ധതിക്കൊക്കെ വേണ്ടി 6 കോടിയോളം രൂപ കടമെടുത്തിട്ടുണ്ട്. ആ കടം വീട്ടുക എന്നുള്ള അടുത്ത 15 വർഷമാണ് ചെയ്യാനുള്ളത്. ഇങ്ങനെ ഒരു അലകും പിടിയും ഇല്ലാത്ത രൂപത്തിലേക്ക് പഞ്ചായത്ത് പോയതിനെ ശരിയാക്കി രൂപപ്പെടുത്തുക എന്നുള്ളത് ഞങ്ങളുടെ ഭാരിച്ചൊരു ഉത്തരവാദിത്തമാണ്. അപ്പൊ ഈ പ്രതിസന്ധികളൊക്കെ മറികടന്നുകൊണ്ട് അതിനൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെ താഴേക്കോട് പഞ്ചായത്തിൽ ഒരു വസന്തോത്സവം സൃഷ്ടിക്കണമെന്നാണ് താഴേക്കോട് പഞ്ചായത്തിന്റെ ഭരണസമിതി ആഗ്രഹിക്കുന്നത്. 3-ാം വാർഡ് അമ്മിനിക്കാടിൽ നിന്നും ജനവിധി തേടിയ മുസ്ലിം ലീഗിലെ KP ഹുസൈനാണ് പ്രസിഡന്റ്. 13-ാം വാർഡ് മാടമ്പാറയിൽ നിന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ജനവിധി തേടിയ ദിവ്യ മൂത്തേടത്താണ് വൈസ് പ്രസിഡന്റ്. വർഷങ്ങളായി താഴേക്കോട് പഞ്ചായത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ജോലി ചെയ്തിരുന്ന ദിവ്യ മൂത്തേടത്തിനെ കഴിഞ്ഞ LDF ഭരണസമിതി ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നു. അതേ പഞ്ചായത്തിൻ്റെ ഉപാധ്യക്ഷയായാണ് ദിവ്യ വീണ്ടും പഞ്ചായത്തിൻ്റെ പടി കയറിയത്. ദിവ്യയുടെ ജീവിതമാർഗം നിഷേധിച്ച അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതിയോടുള്ള UDFിൻ്റെ മധുര പ്രതികാരം കൂടിയാണ് അവരുടെ ഉപാധ്യക്ഷ പദവിയെന്ന് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി
MT അഫ്സൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ചാർജ് എടുത്തിട്ടുള്ള നമ്മുടെ വൈസ് പ്രസിഡന്റ് ദിവ്യ മുത്തേടത്ത് AK നാസർമാഷ് താഴെക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരിക്കുന്ന സമയത്ത് അവിടെ സ്ലീപ്പറായി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അവർ 2020 LDFിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരത്തിൽ വന്ന സമയത്ത് ഒരു മുന്നറിയിപ്പും കൂടാതെ ഒരു ദാക്ഷിണ്യവും കൂടാതെ അവരെ ആ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം നമ്മളൊക്കെ കണ്ടതാണ്. വളരെ സങ്കടത്തോട് കൂടിയിട്ടാണ് അവർ അന്ന് ആ പഞ്ചായത്തിൽ നിന്ന് പടിയിറങ്ങുന്നത്. ഇന്ന് ആ പഞ്ചായത്തിലേക്ക് ദിവ്യ മുത്തേടത്ത് 13ാം വാർഡിൽ നിന്ന് മത്സരിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് ആ പഞ്ചായത്തിൽ ഇന്ന് വൈസ് പ്രസിഡന്റായിട്ട് ചാർജ് എടുത്തിട്ടുള്ള ഒരു മധുര പകരം വീട്ടിലാണ് ശരിക്കും ദിവ്യ മുത്തേടത്ത് അവിടെ നടത്തിയിട്ടുള്ളത്. വലിയ ഭൂരിപക്ഷത്തിനാണ് ദിവ്യ വിജയിച്ചിട്ടുള്ളത്. ദിവ്യയും കഴിഞ്ഞ ദിവസം വൈസ് പ്രസിഡന്റായിട്ട് ചാർജ് എടുത്തു. അങ്ങനെ ദിവ്യയുടെയും അതുപോലെ തന്നെ KP ഹുസൈൻ സാഹിബിൻ്റെയും നേതൃത്വത്തിലുള്ള ഞങ്ങളുടെ 16 അംഗ ഭരണസമിതി അംഗങ്ങൾ, മെമ്പർമാർ ജനങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ രൂപത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തി നല്ലൊരു വികസന കാഴ്ചപ്പാടോടുകൂടി താഴെക്കോട് പഞ്ചായത്തിലെ കഴിഞ്ഞ കാലങ്ങളിൽ UDF ഭരിച്ചിരുന്ന സമയത്തുണ്ടായിരുന്ന രൂപത്തിലുള്ള നല്ല ഒരു വികസന പ്രവർത്തനങ്ങൾ നടത്തി ജനങ്ങൾക്ക് വേണ്ട രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഞങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് ഇവിടുത്തെ നാട്ടുകാർക്ക് ഞങ്ങൾ നൽകുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നേതാക്കൾ കൃത്യമായി ഏകോപിപ്പിച്ച് പുതുമുഖങ്ങൾക്ക് കൂടുതൽ അവസരം നൽകിയാണ് താഴേക്കോട് പഞ്ചായത്തിൽ UDF ഇത്തവണ തെരഞ്ഞെടുപ്പിന് നേരിട്ടത്. സ്കൂൾ പരിസരത്ത് അപകടക്കെണിയൊരുക്കി സ്ലാബില്ലാത്ത അഴുക്കുചാൽ. നെല്ലിപ്പുഴ DHSSന് സമീപത്താണ് കെണിയായി മണ്ണാർക്കാട് അട്ടപ്പാടി റോഡിന്റെ അഴുക്കുചാൽ തുറന്നിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അഴുക്കുചാലിൽ വീണ് വിദ്യാർത്ഥിക്ക് പരിക്കേറ്റിരുന്നു. നവീകരണം നടക്കുന്ന മണ്ണാർക്കാട് അട്ടപ്പാടി റോഡിൽ നെല്ലിപ്പുഴ DHSSന് സമീപമാണ് ഇരുവശത്തെയും അഴുക്കുചാൽ പൂർണ്ണമായും മൂടാതെ ഇട്ടിരിക്കുന്നത്. നെല്ലിപ്പുഴ DHSS, നജാത്ത് കോളേജ്, നജാത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, നജാത്ത് ദർസ്, സമീപത്തെ സ്വകാര്യ കോളേജ് തുടങ്ങിയ സ്ഥാപനത്തിലേറെ 5000 കുട്ടികൾ വന്നുപോകുന്ന ഭാഗത്താണ് കെണിയായി സ്ലാബ് മൂടാതെ കിടക്കുന്നത്. വിദ്യാർത്ഥികൾ പലരും നെല്ലിപ്പുഴ ജംഗ്ഷനിൽ നിന്ന് വിദ്യാലയങ്ങളിലേക്ക് നടന്നാണ് പോകുന്നത്. അഴുക്കുചാൽ പല ഭാഗങ്ങളിലും മൂടിയിട്ടുണ്ട്. എന്നാൽ ഇവിടങ്ങളിലെല്ലാം കുറച്ചു ഭാഗം മൂടാതെ ഒഴിച്ചിട്ടതാണ് അപകടം വരുത്തുന്നത്. സ്ലാബിന് മുകളിലൂടെ നടക്കുന്നവരുടെ ശ്രദ്ധ അല്പം ഒന്ന് തെറ്റിയാൽ ചാലിൽ വീഴുന്ന സ്ഥിതിയാണ്. മാസങ്ങൾക്ക് മുൻപാണ് ഈ ഭാഗത്തെ അഴുക്കുചാൽ നിർമ്മാണം പൂർത്തിയാക്കിയത്. എന്നാൽ പൂർണ്ണമായി സ്ലാബ് സ്ഥാപിച്ചിട്ടില്ല. അടിയന്തരമായി സ്കൂൾ പരിസരത്തെ അഴുക്കുചാൽ പൂർണ്ണമായും മൂടണമെന്ന് വിദ്യാലയ പ്രതിനിധികളും രക്ഷിതാക്കളും ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികൾ നടന്നു വരുന്ന വഴിയാണ്. അതിൽ 2 സൈഡിലുള്ള അരിശാലിൽ ചില ഭാഗത്ത് സ്ലാബ് മൂടിയിട്ടില്ല. അതിലറിയാതെ വിദ്യാർത്ഥികൾ പോയി ചാടുക. അതിലൊരു കുട്ടി ഇപ്പോൾ അടുത്ത് വീണ് പരിക്ക് പറ്റി. ഇതിനു മുമ്പ് ഈ കംപ്ലയിൻറ്റ് സ്കൂൾ അധികൃതർ തന്നെ അറിയിച്ചതാണ്. അതിൽ സ്കൂളിൻ്റെ മുൻവർഷം കുറച്ച് ഭാഗം ഇട്ടു. ഇപ്പോൾ നെല്ലിപ്പുഴ മുതൽ വൈശാഖ് വരെ പല ഭാഗത്തും ഗ്യാപ്പ് കിടക്കുന്നുണ്ട്. ഒന്നുകിൽ അതിൻ്റെ 4 പുറം വിദ്യാർത്ഥികൾക്ക് കാണാൻ പറ്റാത്ത പല തടസ്സങ്ങളോ ബോർഡുകളോ വെച്ച് റെഡി ചെയ്യണം. അല്ലെങ്കിൽ അത് പെട്ടെന്ന് സ്ലാബിട്ട് മൂടണം. ഈ ഭാഗം കുറേ മുമ്പ് പണി കഴിഞ്ഞതാണ്. ഇപ്പോഴും ഈ ഭാഗത്ത് സ്ലാബിട്ട് അത് പൂർത്തീകരിച്ചിട്ടില്ല. ഇത് അധികൃതർ ശ്രദ്ധിച്ച് പെട്ടെന്ന് തീർത്തു തരണമെന്നാണ് അപേക്ഷിക്കുന്നത്. വൈദ്യുതി ചാർജ് 1000 രൂപയ്ക്ക് മുകളിൽ വരുന്നത് ഓൺലൈനായി അടയ്ക്കണമെന്ന നിർദ്ദേശം സാധാരണക്കാരായ വൈദ്യുതി ഉപഭോക്താക്കളെ പ്രയാസത്തിലാക്കുന്നു. സാധാരണക്കാരെ പ്രതിസന്ധിയിലാക്കുന്ന ഇത്തരം നടപടികൾ പിൻവലിക്കണമെന്ന് ബില്ലടയ്ക്കാൻ ശ്രീകൃഷ്ണപുരം KSEB ഓഫീസിലെത്തി മടങ്ങേണ്ടി വന്ന ഉപഭോക്താക്കൾ ആവശ്യപ്പെട്ടു. എൻ്റെ പൈസ ഇത്രേ ഉള്ളൂ. 1293 ഞാൻ അടയ്ക്കുന്നത് അക്ഷയയിലാണ്. ഇതിന് 20 രൂപ അക്ഷയ വാങ്ങും. അതിൻ്റെ റെസീറ്റ് നമുക്ക് തരില്ല അവർ തരുന്നത്. അത് നമ്മൾ അടച്ചില്ലെങ്കിൽ നമ്മുടെ ലൈൻ കട്ട് ചെയ്യും. അത് ഇന്ന് അടച്ചില്ല പറഞ്ഞാൽ കട്ടായി. അപ്പോൾ ഈ കാശ് നമ്മൾ വേറെ സ്ഥലത്ത് പോയി അടയ്ക്കേണ്ട സ്ഥിതി കൊണ്ടിരിക്കുന്നപ്പോൾ അപ്പോൾ അങ്ങനെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയാണ് കണ്ടത്. ഏകദേശം ഒന്നുമില്ലാതെ നിസ്സഹായനാണ്. അയാൾ പറഞ്ഞത് ശരിയല്ല എന്നുള്ള അഭിപ്രായം അയാൾക്കുണ്ട്. ആ അഭിപ്രായം അയാൾ പറഞ്ഞു ചിന്തിക്കാൻ പറ്റും. ഞാൻ ബോർഡിൻ്റെ കൂടുതൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ് ഞാൻ ചെയ്യുന്നത് എന്നാണ് അയാളിൽ നിന്ന് കിട്ടുന്ന വിവരം. 1000-ൽ താഴെയുള്ള ബില്ലുകൾ മാത്രമേ വൈദ്യുതി ഓഫീസിലെത്തി നേരിട്ട് അടയ്ക്കാനാകൂ. ഭാവിയിൽ വൈദ്യുതി ബിൽ പൂർണ്ണമായും ഓൺലൈനിലാക്കാനുള്ള നടപടിയുടെ ഭാഗമായാണ് ഇതെന്നും സൂചന. എന്നാൽ വലിയൊരു വിഭാഗം ഉപഭോക്താക്കൾക്കും ഓൺലൈനിൽ അടയ്ക്കാൻ കഴിയാത്തവരാണ്. ഇവരിൽ പലരും ബില്ലടയ്ക്കാൻ അക്ഷയ കേന്ദ്രങ്ങളെയോ മറ്റ് കമ്പ്യൂട്ടർ സെൻ്ററുകളെയോ ആണ് ആശ്രയിക്കുന്നത്. അതിനുള്ള ചിലവ് വേറെയും വരും. വൈദ്യുതി ചാർജ് ഇടയ്ക്കിടയ്ക്ക് വർദ്ധിപ്പിക്കുന്നതുകൊണ്ടുള്ള പ്രയാസത്തിന് പുറമെയാണ് ഇതെല്ലാം. നിശ്ചിത സമയത്ത് ബില്ലടച്ചില്ലെങ്കിൽ വൈദ്യുതി വിച്ഛേദിക്കപ്പെടുകയും ചെയ്യും. സ്മാർട്ട് ഫോൺ ഇല്ലാത്തവരും ബാങ്ക് അക്കൗണ്ടിൽ പണമില്ലാത്തവരുമാണ് ഇത് കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. വൈദ്യുതി ചാർജിനായുള്ള തുക അതത് മാസം ബാങ്ക് അക്കൗണ്ടിൽ ഇടുക എന്നതും ഇവരെ സംബന്ധിച്ച് ബുദ്ധിമുട്ട് തന്നെ. അനാവശ്യമായ ഇത്തരം നിർദ്ദേശങ്ങൾ കൊണ്ടുവന്ന് സാധാരണക്കാരെ പ്രതിസന്ധിയിലാക്കുന്ന നടപടികൾ പിൻവലിക്കണമെന്ന് ബില്ലടയ്ക്കാൻ ഓഫീസിലെത്തി മടങ്ങേണ്ടി വരുന്ന ഉപഭോക്താക്കൾ പറയുന്നു. ബില്ല് നമ്മളിപ്പോൾ അടയ്ക്കാൻ പോകുമ്പോൾ 1000 രൂപയുടെ മീതുണ്ടെങ്കിൽ ഓഫീസിൽ സ്വീകരിക്കുന്നില്ല.
1000 രൂപ വീതം എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു നിങ്ങൾ ഓൺലൈനായിട്ട് അടച്ചാൽ ഇവിടെ സ്വീകരിക്കുള്ളൂ. ഓൺലൈനായിട്ട് അടച്ചാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധാരണഗതിയിൽ അതിന് പറ്റുന്ന കാർഡ് പോകണോ ബാങ്ക് അക്കൗണ്ടോ ഇല്ലാത്തവർ ധാരാളം. അപ്പോൾ അവരെന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് അതിനോട് തെളിവാണ്. ഞങ്ങളത് നിങ്ങൾ എയോട് ചോദിച്ചു വരുന്നു. എയോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ബോർഡ് ഇനി ഞങ്ങൾക്കൊരു നിർദ്ദേശം കിട്ടിയിട്ടുണ്ട് 1000 രൂപ വീതമുള്ള ക്യാഷ് ഇവിടെ സ്വീകരിക്കേണ്ട എന്ന് പറഞ്ഞപ്പോൾ നമ്മളിപ്പം അക്ഷയയിൽ പോയി അടച്ചപ്പോൾ 1293 രൂപ അടച്ചപ്പോൾ 20 രൂപ എക്സ്ട്രാ വാങ്ങി. ഈ സാധാരണക്കാരൻ്റെ കാശ് പോകണം. ഇല്ലെങ്കിൽ തന്നെ ഇലക്ട്രിസിറ്റി ദിനംപ്രതി പറഞ്ഞമാതിരി കയറി റേറ്റ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിൻ്റെ എപ്പം നോക്കിയാലും ഇന്നത്തെ ബില്ലല്ല അടുത്ത മാസം വരുന്നത്, അടുത്ത മാസം വരുന്ന ബില്ല് അടുത്ത മാസം വരുന്നത്, അത് കൂടി വരുന്നു. അത് നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ് വിചാരിക്കുക. പക്ഷേ ഇങ്ങനെ വരുമ്പോൾ ഈ അടയ്ക്കാനുള്ളൊരു സൗകര്യം, അവിടെ നേരിട്ട് അടയ്ക്കാനുള്ള സൗകര്യം ഇത്തരക്കാർക്ക് ഒരു സൗകര്യം ഇലക്ട്രിസിറ്റി ഉണ്ടായി കിട്ടണം എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയമാണ് എന്നുള്ളത് എനിക്ക് മാത്രമുള്ള അനുഭവമല്ല. ഇന്നിപ്പോൾ അവിടെ പലരും അത് പറഞ്ഞു പോയി വരാം. ചെറുപ്പളശ്ശേരിയിലെ പുതിയ ബസ് സ്റ്റാൻഡ് തുറന്നു പ്രവർത്തിക്കുന്നതിന് RTAയുടെ അനുമതി ലഭിച്ചിട്ട് 1.5 മാസം പിന്നിടുമ്പോഴും ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ പഴയപടി തന്നെയാണ്. നിലവിൽ ഹാൾട്ട് ചെയ്യാനുള്ള ബസ്സുകൾ മാത്രമാണ് ബസ് സ്റ്റാൻഡിൽ കയറുന്നത്. ടൗണിൽ വരുത്തിയ ട്രാഫിക് പരിഷ്കാരങ്ങളും വൃഥാവിലായി. ചെറുപ്പളശ്ശേരിയിലെ സ്വകാര്യ ബസ് ജീവനക്കാരുടെ പ്രതികരണങ്ങൾ നോക്കാം. നിയമപരമായ എല്ലാ അനുമതികളും ലഭിച്ചു. ഇതാ ഇപ്പോൾ മുതൽ ഈ കാണുന്ന ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ ഓടിത്തുടങ്ങും എന്ന് പറഞ്ഞ് ആഘോഷത്തോടെ ഫ്ലാഗ് ഓഫ് ചെയ്ത ചെറുപ്പളശ്ശേരിയിലെ പുതിയ ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ 1.5 മാസങ്ങൾക്കിപ്പുറം എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ? വിപുലമായ സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു ബസ് വന്ന് ഒരു ബസ് ഇറങ്ങാനുള്ള സൗകര്യത്തിലില്ല. പിന്നെ ബസ്സിൽ ഇങ്ങനെ നമ്മൾ ഇതുപോലെ 2-3 ബസ്സിൽ നിർത്താൻ പറ്റുള്ളൂ, അതിൽ കൂടുതൽ ബസ്സിൽ നിർത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ അതങ്ങനെ സൗകര്യങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടെങ്കിലും കൂടി ഇത് ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. ഇത് ഉപയോഗപ്പെടുത്താൻ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമുള്ളെങ്കിലും കൂടി ഉപയോഗപ്പെടുത്തുന്ന സൗകര്യങ്ങൾ കൂടുമല്ലോ. ഹാൾട്ട് ചെയ്യാൻ മാത്രമാണ്. അപ്പോൾ അവിടെ അങ്ങനെ കുറച്ച് ബസ്സുകൾ മാത്രം അങ്ങനെ ഞങ്ങൾ കൂടുതൽ സമയമുള്ള ബസ്സുകൾ വന്നിവിടെ കിടക്കും, ഭക്ഷണം കഴിക്കും, റെസ്റ്റ് എടുക്കും, ഞങ്ങൾ എടുത്ത് പോകും. യാത്രക്കാരുടെ എത്തില്ല. ബസ്സുകൾ ഇവിടുന്ന് സർവീസുകൾ ബസ് സർവീസ് ചെയ്യുകയാണെങ്കിൽ മാത്രമല്ല നിങ്ങൾ ബസ് യാത്ര വരിക. ഇങ്ങോട്ട് ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല, അതുകൊണ്ട് യാത്രക്കാർ ഇങ്ങോട്ട് വരുന്നില്ല. ആ പഴയ ബസ് സ്റ്റാൻഡിൽ മാത്രമാണ് നിൽക്കുന്നത്. ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നിടത്ത് ഇത്രയും ഇത് സൗകര്യം ഒട്ടുമില്ലാത്ത ഇതാണ് പഴയ ബസ് സ്റ്റാൻഡിൻ്റെ അവിടേക്ക്. ഇതിൽ തന്നെ കുറേ സൗകര്യങ്ങൾ വരുത്താറുണ്ട്. ഒരു ബസ് കയറലും ഒരു ബസ് കയറിയിട്ട് ഒരു ബസ് ഇറങ്ങാൻ പാടും, അത്രയുള്ള സൗകര്യമുള്ളൂ. ഇതിൽ സൗകര്യം ഇനി ഇഷ്ടംപോലെ വരുത്താറുണ്ട്. ആർക്കും ഒരു ഉപകാരമില്ല. അതാ ഇതിന് ഉപകാരമുണ്ട്, വന്ന് ഭക്ഷണം കഴിച്ച് റെസ്റ്റ് എടുത്ത് പോവാം, അല്ലാണ്ട് ഒന്നിനും സൗകര്യമില്ല, ഉപകാരമില്ല. ഇത് തുറക്കുകയാണെങ്കിൽ കുറേ സമയ പ്രശ്നങ്ങളും തിരക്കും കുറേ ഒഴിവാകും. അവിടെ ഇപ്പോൾ കിടന്ന് ഞെരുങ്ങാണ്. അവിടെ ഇപ്പോൾ അതെ ആ ബസ് സ്റ്റാൻഡിൽ പറയുമ്പോൾ ഞെരുങ്ങാണ്. ഒരു ബസ് കയറി കഴിയുമ്പോൾ അവിടെ കയറി തിരിയാൻ പറ്റുന്നില്ല, കയറി ആൾക്കാരെ കയറ്റാൻ സമയമില്ല, അവിടെ ഒന്നും പാർക്ക് ചെയ്യാൻ സമയമില്ല, ഒന്നുമില്ല. അപ്പം ഞെരുങ്ങിയിട്ടുള്ളൊരു ബസ് സ്റ്റാൻഡാണ്. പിന്നെ തൂത ഭാഗത്തുനിന്ന് പാലക്കാട് ഭാഗത്തുനിന്ന് വരുന്ന വണ്ടിക്കാർ ഇവിടെ നിർത്തുക, പട്ടാമ്പി ഒറ്റപ്പാലം വരുന്നവർ അവിടെ നിർത്തുക. സൗകര്യം പിന്നെ ടൈമില്ലൊരു 2 സ്റ്റാൻഡിലും കയറി ഇറങ്ങിക്കോട്ടെ. അതിനൊന്നാമത് വണ്ടി ഇറങ്ങാനുള്ള സ്പേസ് ഇല്ല, 2 വണ്ടി ഇറങ്ങിപ്പോകാനുള്ള സ്ഥലമില്ല, ഇവിടെ വഴിയില്ല. അല്ലാതെ എങ്ങനെ ഇവിടെ വരുന്നത്? അതാണ് മെയിൻ കാരണം. യാത്രക്കാർ ഇവിടെ വരില്ലല്ലോ, അവരവിടെ തന്നെയല്ലേ. ചെറിയൊരു ബസ് സ്റ്റാൻഡാണ്. ഇതിൽ വണ്ടി ഇറങ്ങാനും കയറാനുള്ള ഫേസ് ഇല്ല. പിന്നെ വളരെ കുറച്ച് ട്രാക്കുകളുള്ളൂ. 10-30 വണ്ടികൾ കയറി ഇറങ്ങിയിട്ട് വണ്ടി ട്രാക്കിൽ നിൽക്കാനുള്ള ഒരു സൗകര്യം വേണ്ട. ഒരു മിനിമം 20 വണ്ടിയെങ്കിലും നിൽക്കാനുള്ളൊരു ട്രാക്ക് വേണം. ഇത് അതിനൊന്നുള്ള സൗകര്യങ്ങളില്ല. സ്റ്റാൻഡൊക്കെ നല്ല തന്നെയാണ്. സ്റ്റാൻഡ് പറഞ്ഞാൽ ഒരു ഒറ്റ വലിയ സ്റ്റാൻഡ് വേണ്ട. ഒന്നുമില്ല ഈ പെരിന്തൽമണ്ണ ഒറ്റപ്പാലം പോലെ അതുപോലെ ഒറ്റ സ്റ്റാൻഡ് വേണം. അത് വണ്ടി ഇറങ്ങാനും കയറാനുള്ള ഫേസ് വേണം, അല്ലെങ്കിൽ ആക്സിഡൻറ്റുകളും കാര്യങ്ങളും കൂടും. ഇതിപ്പോൾ ഒരു തീരുമാനം വരുത്തി കുറേ വണ്ടികൾ റോട്ടിൽ നിർത്തി ഇവിടെ പട്ടാമ്പി വണ്ടി വന്നു പോവുക, മറ്റേ സ്റ്റാൻഡിൻ്റെ പുറത്ത് നിർത്തി ആളെ കയറ്റി, അതൊക്കെ വേറെയുള്ള വണ്ടികൾക്ക് ബുദ്ധിമുട്ടാണ്, ഓട്ടോറിക്ഷക്കാർക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെ ഇഷ്യൂ വന്നിരുന്നു ഇവിടെ. എന്നിട്ടാണ് ഇപ്പോൾ വീണ്ടും പഴയ പോലെ ആയിട്ടുണ്ട്. ഇതിനിപ്പോൾ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ തന്നെ നടക്കുള്ളൂ, അത്രയും നമുക്ക് പറയാനുള്ളത്. ഇതിപ്പോൾ തൊഴിലാളിമാർക്കും എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെയാണ് കാര്യത്തിൽ. ഇവിടെ ഇപ്പോൾ എത്ര ട്രാക്കുള്ളേ? അങ്ങനെയുള്ളൊരു ഇഷ്യൂ ആണ്. മെയിനായിട്ട് ഇവിടെ കയറുന്ന ഇറങ്ങണം ഭാഗം നല്ല ഇഷ്യൂ ആണ്. മെയിൻ റോഡല്ലേ. ഇവിടെ ഇപ്പോൾ 5 ട്രാക്കല്ലേ, ഇതിലും വലിയ സ്റ്റാൻഡാണല്ലോ. ഇപ്പോൾ അവിടുത്തെ തിരക്കും ബ്ലോക്കും അവിടെ പ്രശ്നങ്ങളും ആണല്ലോ. അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂ നല്ല ഇഷ്യൂ ആണ്. അപ്പോൾ എപ്പോഴും ഒറ്റ സ്റ്റാൻഡ്, വലിയൊരു സ്റ്റാൻഡ് എല്ലാവർക്കും, ജനങ്ങൾക്കും എല്ലാവർക്കും യാത്രക്കാർക്കും ഉപയോഗപ്പെടുന്ന സ്റ്റാൻഡാണ് വേണ്ടത്. അപ്പോൾ പെരിന്തൽമണ്ണ ഒറ്റപ്പാലൊക്കെ അതിന് സൗകര്യപ്പെടുന്ന സ്റ്റാൻഡാണ്. കണ്ടമാനം ട്രാക്കുകളും കാര്യങ്ങളുമായിട്ട് സ്ഥല സൗകര്യങ്ങളും ഉണ്ട്.
ഇതിപ്പോൾ എല്ലാ വണ്ടി ഇവിടെ കയറുമെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല. അതൊക്കെ തന്നെ നമ്മളെ ഇഷ്യൂകൾ. ഉച്ചയ്ക്ക് റെസ്റ്റ് എടുക്കുക പറഞ്ഞാൽ അത് ഒഴിവുള്ള വണ്ടികൾ അവിടെ കൊടുന്ന് റെസ്റ്റുള്ള വണ്ടികൾ ഇവിടെ കൊടുന്ന് നിൽക്കും, അത്രയേ ഉള്ളൂ. ഇപ്പോൾ പിന്നെ തീരുമാനം ഇപ്പോഴും ആയിട്ടില്ലല്ലോ. അത് നമ്മൾ ബസ് സ്റ്റാൻഡിനെ കുറ്റപ്പെടുത്തി പറയല്ല, നമ്മൾ ബസ് സ്റ്റാൻഡ് പറഞ്ഞെന്താ, ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉപയോഗം, അതിനുള്ളൊരു സൗകര്യങ്ങൾ വേണ്ടേ. ഉദ്ഘാടനം കഴിഞ്ഞ് 2 വർഷക്കാലം RTIയുടെ അനുമതി കാത്തുകിടന്ന ചെറുപ്പുളശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിന് ശാപമോക്ഷം എന്നോണമാണ് 1.5 മാസം മുൻപ് RTIയുടെ അനുമതി ലഭിച്ചത്. ഇതേ തുടർന്ന് കാര്യമായ ഗതാഗത പരിഷ്കരണങ്ങൾ ചെറുപ്പുളശ്ശേരിയിൽ വരുത്തിയെങ്കിലും അതിനൊന്നും യാതൊരുവിധ ഫലവും ഉണ്ടായിട്ടില്ല. ഉദ്ഘാടനം കഴിഞ്ഞ് 2 വർഷങ്ങൾക്കിപ്പുറവും യാത്രക്കാരെ കാത്തുകിടക്കുകയാണ് ചെറുപ്പുളശ്ശേരിയുടെ ഈ ചിരകാല സ്വപ്നം. ഇടവേള. വാർത്തകൾ തുടരുന്നു. റോഡ് മുറിച്ചു കടന്നോടിയ പിഞ്ചുബാലൻ ബസ്സിനു മുന്നിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട ദൃശ്യങ്ങൾ നടുക്കത്തോടെയാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ ആളുകൾ കണ്ടത്. കൂറ്റനാട് വാമനൂരിലായിരുന്നു ഈ സംഭവം. ബസ് ഡ്രൈവറുടെ മനസ്സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രമാണ് പിഞ്ചുബാലന്റെ ജീവൻ രക്ഷിക്കാനായത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2:45 കൂറ്റനാട് വാവന്നൂർ സ്കൂളിന് സമീപത്തായിരുന്നു അപകടം. ഗുരുവായൂരിൽ നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് വരികയായിരുന്ന മയിൽവാഹനം ബസിൻ്റെ മുന്നിലേക്ക് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളുടെ ഇടയിൽ നിന്നും പിഞ്ചുബാലൻ റോഡ് മുറിച്ച് മറുവശത്തേക്ക് ഓടുകയായിരുന്നു. സെക്കൻഡുകൾ കൊണ്ട് ഡ്രൈവർ സഡൻ ബ്രേക്കിട്ട് ബസ് നിർത്തിയതിനാൽ കുഞ്ഞ് തലനാരിഴയ്ക്ക് അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. ഗുരുവായൂർ സ്വദേശി അനൂപായിരുന്നു ഡ്രൈവർ. ഡ്രൈവറുടെ മനസാന്നിധ്യം കൊണ്ട് മാത്രമാണ് കുഞ്ഞിന് ജീവൻ തിരികെ ലഭിച്ചത്. നടുക്കത്തോടെയല്ലാതെ ആ ദൃശ്യങ്ങൾ കണ്ടു നിൽക്കാനാവില്ല. സംഭവത്തിന് ദൃക്സാക്ഷിയായ ബസ്സിലെ കണ്ടക്ടർ ഒറ്റപ്പിലാവ് സ്വദേശി വരുണിന്റെ വാക്കുകൾ. എന്തുണ്ടായിരുന്നു? അത് ഇവിടുന്ന് പോകുമ്പോൾ 2:40 പോകുമ്പോൾ കുട്ടി അപ്രതീക്ഷിതമായി മണ്ടമുണ്ടിയാണ്. ഡ്രൈവറുടെ സമയത്ത് ഇടപെടൽ മൂലം രക്ഷപ്പെട്ടു. എന്നുണ്ടായി 27 ഉച്ചയ്ക്ക് 2:40 കുട്ടി എവിടെയുള്ള കുട്ടി ഭവനമുള്ള കുഴപ്പങ്ങൾ എന്തുണ്ടായി? കുട്ടിക്ക് ഒരു കുഴപ്പമില്ല. ഇല്ലല്ലോ. മണ്ണാർക്കാട് കുമരമ്പത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിതയ്ക്കും ജനപ്രതിനിധികൾക്കും എടേരം അഭയത്തിൽ സ്വീകരണമൊരുക്കി. അഭയത്തിലെ അന്തേവാസികളുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. വയോജനങ്ങളെ പരിപാലിക്കുന്ന ബഷീർ മാഷിന്റെയും ഹസനത്ത് ടീച്ചറിന്റെയും അഭയത്തിലെത്തിയ ജനപ്രതിനിധികൾക്കാണ് വരവേൽപ്പ് നൽകിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് P. സ്മിത, പഞ്ചായത്ത് അംഗങ്ങളായ റാഫി മൈലങ്കോട്ടിൽ, A. കുമാരൻ എന്നിവർ സ്വീകരണം ഏറ്റുവാങ്ങി. സാംസ്കാരിക പ്രവർത്തകൻ KPS പയ്യനടം, രാജീവ് നടക്കാവിൽ, K. അജിത്, D. വിജയലക്ഷ്മി, അച്യുതൻ, കണ്ണൻ, OP മുഹമ്മദ് അലി, വാപ്പു കുളിർമുണ്ട എന്നിവർ സന്നിഹിതരായിരുന്നു. വളരെ ഉത്തമമായ ഉദാഹരണങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഉദാഹരണമായിട്ട് ഒരു ബുർക്കിന ഫാസോ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു രാജ്യമുണ്ട്. അവിടെ ഉള്ളതൊക്കെ വെള്ളക്കാരൻ കൊള്ളയടിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ ഒരു 34 വയസ്സായ ഒരു പയ്യൻ, ഇപ്പോൾ 37 വയസ്സായിട്ടുണ്ടാവും, 3 കൊല്ലമായി. അതായത് ഇബ്രാഹിം ടോറെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ആ ഭരണം പിടിച്ചടക്കിയിട്ട് നാട്ടുകാർ പറഞ്ഞ പോലെ നാട്ടുകാരുടേതായ രീതിയിൽ. ഒറ്റപ്പാലം പാലപ്പുറത്ത് മലമ്പുഴ ജലസേചന പദ്ധതിയുടെ കനാലിൽ വൻതോതിൽ മാലിന്യ പ്രശ്നം. അടിഞ്ഞുകൂടിയ മാലിന്യം മൂലം പൊറുതിമുട്ടിയിരിക്കുകയാണ് നാട്ടുകാർ. ഒഴുക്കിൽപ്പെട്ട ചത്ത മൃഗങ്ങൾ, ഒഴിഞ്ഞ കുപ്പികൾ, തുണികളെല്ലാം അടിഞ്ഞുകൂടിയിട്ടുണ്ട്. കാർഷികാവശ്യത്തിനുള്ള കനാൽ വഴിയെത്തിയ വെള്ളത്തോടൊപ്പം എത്തിയതാണിവ. പാലപ്പുറത്ത് കനാലിന് കുറുകെയുള്ള പൈപ്പിൽ അടിഞ്ഞുകൂടിയിരിക്കുകയാണ് മാലിന്യങ്ങൾ. കനാലിൽ വെള്ളം നിലച്ചതോടെ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി. കഴിഞ്ഞ 1 മാസത്തിനിടെ 3 തവണയാണ് കനാൽ വഴി വെള്ളമെത്തിയത്. മാലിന്യത്തിൽ നിന്നുയരുന്ന ദുർഗന്ധം മൂലം ബുദ്ധിമുട്ടുകയാണ് നാട്ടുകാർ. ജലസേചന പദ്ധതിയുടെ വാലറ്റ പ്രദേശമാണ് പാലപ്പുറം. കുടുംബശ്രീ ദേശീയ സരസ് മേളയുടെ ഭാഗമായി സംഘടിപ്പിച്ച മിനി മാരത്തോൺ ആവേശമായി. തൃത്താല കൂട്ടുപാത മുതൽ ചാലിശ്ശേരി വരെയായിരുന്നു മിനി മാരത്തോൺ.
ജനുവരി 2 മുതൽ 11 വരെ ചാലിശ്ശേരിയിലാണ് കുടുംബശ്രീ ദേശീയ സരസ് മേള നടക്കുന്നത്. മേളയുടെ പ്രചരണത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച രാവിലെ തൃത്താല കൂട്ടുപാത മുതൽ ചാലിശ്ശേരി വരെയാണ് മിനി മാരത്തോൺ സംഘടിപ്പിച്ചത്. റൺ ഫോർ യൂണിറ്റി, ഡൈവേഴ്സിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മാരത്തോൺ സംഘടിപ്പിച്ചത്. ഷൊർണൂർ MLA P. മമ്മിക്കുട്ടി മാരത്തോൺ ഫ്ലാഗ് ഓഫ് ചെയ്തു. ആളുകൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുള്ള സുധീറും അവരുടെ ഫാമിലിയുണ്ട്, മാതനഷ്ടം. അപ്പോൾ അവിടെ അത് മുഹമ്മദ് യാസ്, അതുപോലെ തന്നെ മണിയാട്ടം. അപ്പോൾ എന്തായാലും ഈ പരിപാടി ഉടനെ ആരംഭിക്കുകയാണ്. നേരത്തെ ഇവിടെ പറഞ്ഞത് ഒന്നാം സമ്മാനം അജിത് K. കൊല്ലങ്കോട്, രണ്ടാം സമ്മാനം പ്രണവ് S. മേലാർക്കോട്, മൂന്നാം സമ്മാനം ഹരികൃഷ്ണൻ P. ചാലിശ്ശേരി എന്നിവർ കരസ്ഥമാക്കി. വനിതാ വിഭാഗത്തിൽ ഊഷ്മ N. P. പെരിങ്ങോട് ഒന്നാം സ്ഥാനവും ഡോക്ടർ രാധിക ശ്രീകുമാർ പെരിങ്ങോട് രണ്ടാം സ്ഥാനവും തിലകം P. T. കോതച്ചിറ മൂന്നാം സ്ഥാനവും നേടി. മാരത്തോണിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കൂടിയ വനിത എന്ന നേട്ടത്തിന് പെരിങ്ങോട് റണ്ണേഴ്സ് ക്ലബ് അംഗമായ 68 വയസ്സുള്ള കോമളവല്ലി അർഹയായി. ഒന്നാം സമ്മാനമായി 10,000 രൂപയും രണ്ടാം സമ്മാനം 5,000, മൂന്നാം സമ്മാനമായി 3,000 രൂപയുമാണ് മാരത്തോൺ വിജയികൾക്ക് ലഭിക്കുക. സരസ് മേളയിൽ വെച്ച് കായിക മന്ത്രി V. അബ്ദുറഹ്മാൻ വിജയികൾക്ക് ക്യാഷ് പ്രൈസുകൾ നൽകും. സന്തോഷ് ട്രോഫി താരം മുഹമ്മദ് നിയാസ്, പാരാ ഫുട്ബോൾ 2025 ഉജ്ജ്വല ബാല്യം പുരസ്കാര ജേതാവ് ലെനിൻ എന്നിവരും ജനപ്രതിനിധികളും കുടുംബശ്രീ പ്രവർത്തകരും മാരത്തോണിൽ പങ്കെടുത്തു. കുടുംബശ്രീ ദേശീയ സരസ് മേള 2026 തൃത്താല മണ്ഡലത്തിലെ ചാലിശ്ശേരി മുലയംപറമ്പ് ക്ഷേത്ര മൈതാനിൽ ജനുവരി 2 മുതൽ മഹാരാഷ്ട്രയിൽ റോഹയിൽ നടന്ന 6ാമത് ദേശീയ മിക്സ് ബോക്സിംഗിൽ കേരളം ഓവറോൾ ചാമ്പ്യന്മാരായി. മലപ്പുറം, പാലക്കാട്, ഇടുക്കി, കോഴിക്കോട്, തൃശൂർ, എറണാകുളം, വയനാട് ജില്ലകളിൽ നിന്നുള്ള 110 താരങ്ങളുടെ കൈക്കരുത്തിലാണ് കിരീട നേട്ടം. 6ാമത് ദേശീയ മിക്സ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 360 പോയിന്റ് കരസ്ഥമാക്കിയാണ് കേരളം ഓവറോൾ കിരീടം നേടിയത്. 345 പോയിന്റുമായി മഹാരാഷ്ട്ര 2ാം സ്ഥാനവും 280 പോയിന്റുമായി കർണാടക 3ാം സ്ഥാനവും 250 പോയിന്റുമായി ഉത്തർപ്രദേശ് 4ാം സ്ഥാനവും നേടി. മലപ്പുറം, പാലക്കാട്, ഇടുക്കി, കോഴിക്കോട്, തൃശൂർ, എറണാകുളം, വയനാട് ജില്ലകളിൽ നിന്നുള്ള 110 താരങ്ങളുടെ കൈക്കരുത്തിലാണ് കേരളം കിരീടം സ്വന്തമാക്കിയത്. 15 സംസ്ഥാനങ്ങളിൽ നിന്നായി 500-ലധികം മത്സരാർത്ഥികൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തിരുന്നു. കിഡ്സ്, സബ്, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിൽ കേരളം മിന്നും പ്രകടനം കാഴ്ചവെച്ചു. മാനേജർ സുബ്രഹ്മണ്യൻ, കോച്ച് ലക്ഷ്മണൻ, ക്യാപ്റ്റൻ ഫുഹാദ് എന്നിവരാണ് കേരള സംഘത്തെ നയിച്ചത്. സംസ്ഥാന പ്രസിഡന്റ് സുജിത് ധർമ്മജൻ, കേരള CEO ജസ്റ്റിൻ ജോസ് എന്നിവരും കേരള സംഘത്തിലുണ്ടായിരുന്നു. 5 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് കേരളത്തിന് ദേശീയ കിരീടം ലഭിച്ചത്. 2 ദിവസങ്ങളിലായി നിരന്തരം ആക്രമണങ്ങളിലൂടെ മുന്നേറുകയായിരുന്ന മഹാരാഷ്ട്രയെ 3ാം ദിവസം തിരിച്ചടിച്ചാണ് കേരളം കിരീടം സ്വന്തമാക്കിയത്. മലപ്പുറം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, ഇടുക്കി, വയനാട് എന്നീ ജില്ലകളിൽ നിന്നുള്ള താരങ്ങൾക്ക് അജിത് P. രാജു, മുഹമ്മദ് ജിബാസ്, യൂസഫ്, സുബ്രഹ്മണ്യൻ, ശശിധരൻ, ഷൈജേഷ്, നജിൽ, ഫാത്തിമ സന, അൻസിഫ്, ഹാറൂൺ, സുഹൈൽ, റോബർട്ട് എന്നിവരാണ് പരിശീലനം നൽകിയത്. മലപ്പുറത്തിൻ്റെ ഫുഹാദ് ബെസ്റ്റ് ഫൈറ്റർ അവാർഡ് കരസ്ഥമാക്കി. 1ാം സ്ഥാനക്കാരായ കേരളത്തെ 2026 വേൾഡ് ചാമ്പ്യൻഷിപ്പിലേക്ക് തിരഞ്ഞെടുത്തതായി ഇന്ത്യൻ മിക്സ് ബോക്സിംഗ് ഫെഡറേഷൻ ഭാരവാഹികൾ അറിയിച്ചു. കേരള ടീമിന് ചൊവ്വാഴ്ച രാവിലെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ പാലക്കാട് ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് P. രാജേഷ്, അയൺ ഫിസ്റ്റ് അക്കാദമി ചെയർമാൻ C. രാമകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരള സംയുക്താഭിമുഖ്യത്തിൽ പട്ടാമ്പി BRCയിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള അൻബോർഡ് ദ്വിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP രാമദാസ് മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. ഉജ്ജ്വല ബാലം പുരസ്കാര ജേതാവ് നൈന ഫെബിൻ മുഖ്യാതിഥിയായി. ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ VP മനോജ്, ട്രെയിനർ TK സ്മിത, പ്രധാനാധ്യാപകൻ മൊയ്തീൻകുട്ടി മാസ്റ്റർ, PN പരമേശ്വരൻ മാസ്റ്റർ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ON സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു. ചേക്കുട്ടി പാവമരം, കളിമൂലകൾ, ചിത്രരചന, പപ്പറ്റ് നിർമ്മാണം, പെൻ സ്റ്റാൻഡ് നിർമ്മാണം, പഠനമൂലകൾ, ശാസ്ത്ര പരീക്ഷണങ്ങൾ, പുഴയെ അറിയാം, പ്രാദേശിക പഠനയാത്രകൾ തുടങ്ങിയവ ക്യാമ്പിന്റെ വിവിധ സെഷനുകളിലായി നടന്നു. അപ്പൊ മൃഗങ്ങളിൽ നിന്നും നമ്മൾ മനുഷ്യനെ വ്യത്യസ്തമാക്കുന്ന ഇത്തരം വികാരങ്ങൾ, അതിന്റെ പേര് തന്നെ വളരെ അർത്ഥവത്താണ്. അപ്പൊ മനുഷ്യനെ സ്നേഹിക്കുകയും അവനെ ആരാണ് എങ്ങനെ വെച്ചാൽ അവനെ ചേർത്ത് നിർത്താനുള്ള ഒരു പ്രത്യേക മനസ്സ് നമുക്കൊക്കെ ഉണ്ടാവാനുള്ള അത്തരത്തിലുള്ള ചർച്ചകൾ നടത്താനും ഭിന്നശേഷി എന്ന് പറയുന്ന ഒരു അവസ്ഥ നമുക്കൊക്കെ തന്നത് നമ്മള് കുറ്റല്ല, പക്ഷെ നമുക്കതില്ല.
നമ്മുടെ സമൂഹത്തില് എല്ലാ ശേഷിയും ഉള്ള ആളുകൾ, മനുഷ്യര് ഇല്ല എന്ന് തന്നെ പറയാം. അപ്പൊ നമുക്കുള്ള ശേഷി നമ്മൾ കൃത്യമായി ഈ സമൂഹത്തിന് വേണ്ടിയും എല്ലാവരോടും കൂടി ചേർന്ന് നിന്നുകൊണ്ട്, ഒരാള് വളരെ ശാരീരികമായി എന്തെങ്കിലുമൊക്കെ ഒരു കുറവുണ്ടെങ്കിൽ ആ കുറവ് പരിഹരിച്ച് കൊടുക്കേണ്ട ബാധ്യത സമൂഹത്തിനുണ്ട്. ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ നെല്ലായ മാരായമംഗലം സ്വദേശിയും തച്ചങ്ങാട് മുതുകുർശി വീട്ടിൽ ബക്കറിന്റെയും മുംതാസിന്റെയും മകൻ മുഹമ്മദ് അൻഷിഫിനാണ് ഈ ഭാഗ്യം ലഭിച്ചത്. കോതമംഗലം മാർ അത്താനേഷ്യസ് കോളേജിലെ 5-അംഗ NCC ബാൻഡ് സംഘത്തിലെ ഒരാളായാണ് മുഹമ്മദ് അൻഷിഫ് റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുക. രാജ്യത്തിന്റെ പ്രൗഢിയും പ്രതാപവും വിളിച്ചോതുന്ന ഡൽഹിയിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും മുന്നിൽ അണിനിരക്കുന്ന പുരുഷ വിഭാഗം ബാൻഡിൽ ഒരംഗമായി ഇത്തവണ നെല്ലായ മാരായമംഗലം സ്വദേശി മുഹമ്മദ് അൻഷിഫും ഉണ്ടാകും. കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജിൽ BA സോഷ്യോളജി 2ാം വർഷ വിദ്യാർത്ഥിയാണ് തച്ചങ്ങാട് മുതുകുർശി വീട്ടിൽ ബക്കറിന്റെയും മുംതാസിന്റെയും മകനായ മുഹമ്മദ് അൻഷിഫ്. പുരുഷ വിഭാഗം ബാൻഡ് ടീമിലാണ് കോളേജിലെ 5 NCC കേഡറ്റുകളോടൊപ്പം മുഹമ്മദ് അൻഷിഫും ഇടം നേടിയത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള NCCയുടെ 5 മ്യൂസിക്കൽ ബാൻഡുകളാണ് പരേഡിൽ പങ്കെടുക്കുന്നത്. കേരളത്തിൽ നിന്നും ഇതാദ്യമായാണ് പുരുഷ വിഭാഗം ബാൻഡ് ടീം റിപ്പബ്ലിക് ദിന പരേഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. തിരുവനന്തപുരം വെള്ളനാട് സാരാഭായ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നടന്ന 10 ദിവസത്തെ പരിശീലന ക്യാമ്പിന് ശേഷം ഡിസംബർ 26-ന് ഡൽഹിയിലെ NCC ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് മുഹമ്മദ് അൻഷിഫ് ഉൾപ്പെട്ട സംഘം യാത്ര തിരിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഇനി ഷോർട്ട് ന്യൂസ് കാണാം. ഷൊർണൂർ ഗണേഷ് ഗിരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം വിദ്യാർത്ഥികളുടെ സപ്തദിന ക്യാമ്പ് സാമൂഹ്യ പ്രവർത്തകനും കലാഭവൻ മണി ദേശീയ പുരസ്കാര ജേതാവുമായ ബിജുമോൻ പന്തിരുകുലം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ നഗരസഭാ കൗൺസിലർ EP നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ S സുരേഷ് കുമാർ, പ്രോഗ്രാം ഓഫീസർ അസൻ ബാനു, MPTA വൈസ് പ്രസിഡന്റ് രാജേഷ്, പ്രോഗ്രാം ഓഫീസർ അസൻ ബാനു, PTA വൈസ് പ്രസിഡന്റ് രാജേഷ് കെ, ഡോക്ടർ ധന്യ ദിനേശ്, സീനത്ത് പ്രിയ എന്നിവർ സംസാരിച്ചു. കളരിപ്പണിക്കർ ഗണക കണിശ സഭ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 2026 കലണ്ടർ ശബരിമല മുൻ മേൽശാന്തി പൂന്തോട്ടം മനയ്ക്കൽ നാരായണൻ നമ്പൂതിരിപ്പാടിന് ദേശീയ സെക്രട്ടറി AV പണിക്കർ നാഗലശ്ശേരി നൽകി പ്രകാശനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് മുളഞ്ഞൂർ സുരേന്ദ്രൻ പണിക്കർ, ജില്ലാ സെക്രട്ടറി മംഗലം വിജയരാഘവ പണിക്കർ, ജില്ലാ ട്രഷറർ മുളഞ്ഞൂർ മണികണ്ഠൻ പണിക്കർ, ജ്യോതിഷ സഭ ഖജാൻജി കൃഷ്ണകുമാർ പണിക്കർ മുളഞ്ഞൂർ, യുവജന സഭാ സെക്രട്ടറി സജിത്ത് പാലപ്പുറം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ശ്രീകൃഷ്ണപുരം പുഞ്ചപ്പാടം പുളിങ്കാവ് അയ്യപ്പ ക്ഷേത്രത്തിൽ അയ്യപ്പൻ വിളക്ക് ആഘോഷിച്ചു. പുന്നമ്പറം അമ്പലത്തിൽ നിന്ന് പാലക്കൊമ്പ് എഴുന്നള്ളിപ്പും നടന്നു. കോമര നൃത്തം, തായമ്പക, അയ്യപ്പൻ പാട്ട് എന്നിവയും ഉണ്ടായിരുന്നു. ചെറുപ്പശ്ശേരി ദാസൻ സ്വാമിയുടെയും സംഘത്തിന്റെയും ആഭിമുഖ്യത്തിലാണ് വിളക്ക് അവതരണം നടത്തിയത്. SDPI ഷൊർണൂർ മണ്ഡലം കമ്മിറ്റി KS ഷാൻ സാഹിബ് അനുസ്മരണവും പ്രവർത്തക സംഗമവും നടത്തി. SDPI സംസ്ഥാന സമിതി അംഗം SP അമീർ അലി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് മുസ്തഫ കുളപ്പള്ളി അധ്യക്ഷത വഹിച്ചു. പാലക്കാട് ജില്ലാ സെക്രട്ടറി മജീദ് ഷൊർണൂർ മുഖ്യപ്രഭാഷണവും നടത്തി. പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം അലി KT, മണ്ഡലം സെക്രട്ടറി റഹീം വീട്ടിക്കാട്, മണ്ഡലം ട്രഷറർ സാഫിർ മോളൂർ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കുതിരവട്ടം മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് തടവ് ചാടിയ ഏലംകുളം ദൃശ്യക്കൊലക്ക് പ്രതി ബിനീഷിനായി അന്വേഷണം ഊർജിതം. പ്രതിയെ മാനസിക രോഗിയായി ചിത്രീകരിക്കാൻ ശ്രമം നടക്കുന്നതായും പ്രതി രക്ഷപ്പെട്ടതിൽ അധികൃതർക്ക് വീഴ്ചയുണ്ടായതായും തനിക്കും മകൾക്കും ജീവന് ഭീഷണിയെന്നും ദൃശ്യയുടെ അമ്മ ദീപ. മാതാപിതാക്കളോട് പിണങ്ങി വീട് വിട്ടിറങ്ങിയ പെരിന്തൽമണ്ണ സ്വദേശിയായ പെൺകുട്ടിയെ കോഴിക്കോട് ബീച്ചിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്ത സംഭവം. പുതുപ്പാടി സ്വദേശികളായ 2 പേർ അറസ്റ്റിൽ. കേസിൽ ഉൾപ്പെട്ട മറ്റ് പ്രതികളെ പിടികൂടാനായി അന്വേഷണം തുടരും. താഴേക്കോട് പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിക്കാനായതിന്റെ ആവേശത്തിൽ UDF നേതൃത്വം. പഞ്ചായത്തിന്റെ സമഗ്ര പുരോഗതിയാണ് ലക്ഷ്യമെന്ന് നേതാക്കൾ. കഴിഞ്ഞ ഭരണസമിതി താൽക്കാലിക ജോലിയിൽ നിന്നും പിരിച്ചുവിട്ട ദിവ്യ മുത്തേടത്തിനെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാക്കി UDFന്റെ പ്രതികാരം. സ്കൂൾ പരിസരത്ത് അപകടക്കെണിയൊരുക്കി സ്ലാബില്ലാത്ത അടുക്കുചാൽ. മണ്ണാർക്കാട് നെല്ലിപ്പുഴ DHSന് മുന്നിലാണ് അടുക്കുചാൽ തുറന്നു കിടക്കുന്നത്. അടുക്കുചാലിൽ വീണ് വിദ്യാർത്ഥിക്ക് പരിക്ക്.
ഒറ്റപ്പാലം പാലപ്പുറത്ത് മലമ്പുഴ ജലസേചന പദ്ധതിയുടെ കനാലിൽ മാലിന്യം അടിഞ്ഞുകൂടുന്നു. ദുർഗന്ധം മൂലം സഹികെട്ട് നാട്ടുകാർ. ചത്തമൃഗങ്ങൾ വരെ കനാലിൽ. 1000 രൂപയ്ക്ക് മുകളിലുള്ള വൈദ്യുതി ബിൽ ഓൺലൈനായി അടയ്ക്കാമെന്ന നിർദ്ദേശം സാധാരണക്കാരെ ദുരിതത്തിലാക്കുന്നു. പലർക്കും അക്ഷയ കേന്ദ്രങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥ. ഇത്തരം ഉത്തരവുകൾ പിൻവലിക്കണമെന്ന് ഉപഭോക്താക്കൾ.